നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണിക്കുന്നതാണ് എൻ്റെ വാട്സപ്പ് നമ്പർ. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി, കോള് ചെയ്യേണ്ട. ഇന്നത്തെ വായനയുടെ തലക്കെട്ട് എന്ന് പറയുന്നത്, ഈ വ്യക്തിയുടെ മുഖം ഓർത്തുകൊണ്ട് നിങ്ങൾ ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. ഈ വ്യക്തിയെ, അതായത് നിങ്ങൾ ഈ വ്യക്തിയെ മറന്നുവോ എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ സാന്നിധ്യമില്ലാതെ ഈ വ്യക്തി വിഷമിക്കുന്നുണ്ടോ? ഇവരുടെ മനസ്സിലെ യഥാർത്ഥ ചിന്തകളാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ ഒരു ക്ലാരിറ്റി കിട്ടാത്ത ഒരു സാഹചര്യമാണ്, അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ രണ്ടുപേരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വായന ഉപകാരപ്രദമാവുന്നതായിരിക്കും. എന്ത് തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കണം, നിങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്, ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ പറയുവാനായി പോകുന്നത്. തീർത്തും വളരെ സ്വസ്ഥമായ മനസ്സോടുകൂടി ഈ വായന കാണുവാൻ ശ്രമിക്കുക. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിൽ, ആ വ്യക്തിയുടെ മുഖം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വളരെ പോസിറ്റീവ് ചിന്താഗതിയോടുകൂടി വേണം ഈ വായന കാണുവാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയെ മറന്നുവോ എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിരിക്കണം. ആദ്യമൊക്കെ നിങ്ങൾ വളരെ നല്ല രീതിയിൽ ഈ പേഴ്സന്റെ പിന്നാലെ പോയതായിട്ട് കാണിക്കുന്നുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ വളരെയധികം റിക്വസ്റ്റ് ചെയ്ത്, അതായത് നല്ല രീതിയിൽ കരഞ്ഞ് അപേക്ഷിച്ച് മാപ്പ് പറഞ്ഞുകൊണ്ട് ഈ വ്യക്തിയുടെ പുറകെ നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കണം. കാരണം ഈ വ്യക്തിയില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാനാവില്ല എന്നുള്ളത് നിങ്ങൾക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് നിങ്ങൾ ഈ വ്യക്തിയുടെ പുറകെ പോവുകയും ഒരുപാട് യാചിക്കുകയും ഒരുപാട് പ്ലീസ് ചെയ്യുകയും റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ഈ പേഴ്സൺ നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഒരു തീരുമാനമെടുക്കാനോ നിങ്ങളോട് തിരിച്ച് സ്നേഹത്തോടു കൂടി സംസാരിക്കാനോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ ഈ പേഴ്സണോട് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾ പൊറുക്കാനോ, അല്ലെങ്കിൽ അത് പോട്ടെ സാരമില്ല നമുക്ക് പുതിയ ഒരു തുടക്കം തുടങ്ങാം എന്നുള്ള രീതിയിൽ പറയാൻ പോലും ഈ പേഴ്സൺ മനസ്സ് കാണിച്ചിരുന്നില്ല എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് തീർത്തും ഒരു പാഠമാണ്. ഈ വ്യക്തിക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ രണ്ടുപേരും മുജ്ജന്മത്തിൽ പലതരത്തിലുള്ള കർമ്മകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ രണ്ടുപേരും തെറ്റുകളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് രണ്ടു പേർക്കും പ്രതികൂലമായി വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളാണ് വീണ്ടും വീണ്ടും നിങ്ങളെ രണ്ടുപേരെയും സെപ്പറേഷൻ പീരീഡിലേക്ക് കൊണ്ടുപോകുന്നത്. കാരണം ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്കോ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്കോ പോയി കഴിയുമ്പോഴായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ നിരന്തരമായി പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇത് തീർത്തും ഒരു പാസ്റ്റ് ലൈഫ് കർമ്മ ബേസ് ചെയ്ത് കിടക്കുന്ന കുറച്ചധികം കാര്യങ്ങളായിട്ടാണ് കാണിക്കുന്നത്. ഈ ഒരു ജന്മത്തിലും എന്തോ നിങ്ങൾക്കൊരു കർമ്മ കിടക്കുന്നുണ്ട്, അത് അനുഭവിക്കുകയും അതിൽ പലതും നിങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കർമ്മഫലമായിട്ട് അല്ലെങ്കിൽ അനന്തരഫലമായിട്ട് നിങ്ങൾക്കതൊക്കെ അനുഭവിക്കേണ്ട ഒരു സാഹചര്യമായിട്ടുമാണ് കാണിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ടു പേർക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാം. അല്ലെങ്കിൽ അത്രത്തോളം മുഴുവനുമായിട്ട് സന്തോഷിച്ചിരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യവുമായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഈ വ്യക്തിക്ക് ഇപ്പോൾ എന്തെന്നില്ലാത്തൊരു ഭയം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ സാന്നിധ്യമില്ലാതെ ഈ വ്യക്തി വിഷമിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതും കൂടിയാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. അതായത് നമ്മൾ ഈ റീഡിങ്ങിലൂടെ പറയുന്നത് ഇവരുടെ മനസ്സിലെ യഥാർത്ഥ ചിന്തകൾ. അപ്പോൾ തീർത്തും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി നല്ല രീതിക്ക് വിഷമിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ സാന്നിധ്യമില്ലാതെ ആദ്യമൊക്കെ സന്തോഷത്തിലായിരുന്നു, വളരെ സെലിബ്രേഷൻ, അല്ലെങ്കിൽ എനിക്ക് നീ ഇല്ലെങ്കിലും എനിക്ക് ജീവിക്കാം, എനിക്കൊരു പ്രശ്നവുമില്ല,
ഞാൻ സന്തോഷത്തോടു കൂടി തന്നെ ഞാൻ മുന്നോട്ട് പോകും. എനിക്ക് ആരുമില്ലെങ്കിലും എനിക്ക് എൻ്റെ കൂട്ടുകാരുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന വ്യക്തികളുണ്ട്. ഇനിയിപ്പോൾ ആരുമില്ലെങ്കിലും ഞാൻ സന്തോഷത്തോടെ തന്നെ ജീവിക്കും എന്നുള്ള മനോഭാവത്തിലാണ് ഈ പേഴ്സൺ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ മുന്നോട്ട് പോകുന്ന ആ ഒരു ജേണിയിലും ആ ഒരു സായാഹ്നത്തിലും നിങ്ങളുടെ അഭാവം മൂലം, അതായത് നിങ്ങളുടെ സാന്നിധ്യമില്ലായ്മ ഈ പേഴ്സണെ അലട്ടിത്തുടങ്ങിയിട്ടുണ്ട്. അത് തീർത്തും വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദർശനങ്ങളോ ലഭിക്കുന്നുണ്ടെങ്കിൽ, യാദൃശികമായിട്ടാണ് കേട്ടോ, പ്ലാൻഡ് ആയിട്ടല്ല, മുൻകൂട്ടി കണ്ടിട്ടല്ല, അല്ലാതെ യാദൃശികമായിട്ട് ഈ വ്യക്തിയെ നിങ്ങൾ നേരിട്ട് കാണുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങളിലൂടെ ഈ പേഴ്സൺ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തീർത്തും ഈ പേഴ്സൺ നിങ്ങളെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. നേരിൽ കാണണമെന്നും സംസാരിക്കണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, എന്താണ്, നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതെ, അതായത് നിങ്ങളുടെ ഈ ഒരു പ്രസൻസ് ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ വ്യക്തി വളരെയധികം വിഷമിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു വിഷമിക്കുന്ന ആ ഒരു സാഹചര്യം, അല്ലെങ്കിൽ ആ ഒരു വിഷമം നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ ഈ വ്യക്തി തയ്യാറല്ല. അതായത് ഇപ്പോൾ നിങ്ങൾ മെസ്സേജ് ചെയ്യാനോ അല്ലെങ്കിൽ നേരിട്ട് കോണ്ടാക്ട് ചെയ്യാനോ ശ്രമിക്കുകയാണെങ്കിൽ പോലും ഈ പേഴ്സൺ അതിനോട് സഹകരിക്കണമെന്നില്ല. അതായത് നിങ്ങളിപ്പോൾ അങ്ങോട്ട് ഈ വ്യക്തിയുടെ പുറകെ പോവുകയാണെങ്കിൽ ഈ പേഴ്സൺ വളരെയധികം ഈഗോയിസ്റ്റിക് ആയിട്ട് നിൽക്കും, അല്ലെങ്കിൽ വളരെയധികം അഹങ്കാരപൂർണമായിട്ടുള്ള ഒരു ഒരു നിലയിൽ നിൽക്കും, അല്ലെങ്കിൽ ആ ഒരു എനർജിയിൽ നിൽക്കും. പക്ഷേ നിങ്ങൾ പോയി കഴിയുമ്പോൾ ഈ വ്യക്തി ഒറ്റയ്ക്കിരുന്ന് കരയുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ തീർത്തും ഇപ്പോൾ 1 വർഷമായിട്ടുണ്ടാകാം, 7 മാസമായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ആഴ്ചകളായിട്ടുണ്ടാകാം നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് ഇല്ലാത്ത അവസ്ഥകൾ. അപ്പോൾ നിങ്ങൾ ആദ്യമൊക്കെ നല്ല രീതിക്ക് ഈ വ്യക്തിയുടെ പുറകെ പോകാനും അല്ലെങ്കിൽ ഈ വ്യക്തിയോട് അപേക്ഷിക്കാനും സോറി പറയാനും അതുപോലെ റിക്വസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു. പക്ഷെ എന്നിട്ട് പോലും ഈ വ്യക്തി അതിന് ഒരു പുല്ലുവില പോലും കൽപ്പിച്ചില്ല, അല്ലെങ്കിൽ കൊടുത്തില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പരിതാപകരമായിട്ടുള്ള ഒരവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച് വന്ന വ്യക്തികളാണ്. അപ്പോൾ റിലേഷൻഷിപ്പിൽ നിന്നെങ്കിലും അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ നിന്നെങ്കിലും ഒരു മോക്ഷം ലഭിക്കും, അല്ലെങ്കിൽ സന്തോഷം ലഭിക്കും എന്നുള്ള ഒരു ഒരു ലക്ഷ്യത്തിൽ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയിലായിരുന്നു നിങ്ങൾ. പക്ഷെ ആ പ്രതീക്ഷ ഒരിക്കലും നിങ്ങൾ കൈവിടേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പോൾ നിങ്ങളും ഈ വ്യക്തിയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് മുജ്ജന്മ കർമ്മം, അല്ലെങ്കിൽ ഈ ഒരു ജന്മത്തിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിട്ടുള്ള എന്തോ ഒരു കേഴ്സ്, എന്തോ ഒരു ശാപം പോലെ കിടക്കുന്നുണ്ട്. അതിൻ്റെയും കൂടി ഭാഗമായിട്ടാണ് നിങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ വരികയും പ്രതികൂല സാഹചര്യങ്ങൾ വരികയും നിങ്ങൾക്കിടയിൽ ഇങ്ങനെയുള്ള തടസ്സങ്ങൾ വരികയും അകൽച്ചകൾ സംഭവിക്കുകയും ചെയ്യുന്നത്. പക്ഷെ തീർത്തും ഇവിടെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല. ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും അതിനോട് പൊരുതി അതിനെ നേടിയെടുക്കണം, അല്ലെങ്കിൽ അത് വിജയിച്ച് കാണിക്കണം എന്നുള്ള മനോഭാവമുള്ള വ്യക്തികളായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജീവിതത്തിൽ ഇതിനു മുൻപും പ്രതിസന്ധികൾ ഉണ്ടായിട്ടും നിങ്ങൾ തളർന്നു പോകാതെ വളരെ നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്തതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ പല നേട്ടങ്ങളും നിങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. അതുപോലെ ഈ പേഴ്സണെയും ഞാൻ നേടിയെടുക്കും എന്നുള്ള വിശ്വാസത്തിലാണ് നിങ്ങൾ ഓരോ ദിവസവും പ്രതീക്ഷയോട് കൂടി നേർച്ചകളും കാഴ്ചകളും വഴിപാടുകളും പ്രാർത്ഥനകളും ഒക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർത്തും വളരെ നല്ലൊരു പവർഫുൾ എനർജി തന്നെയായിട്ടാണ് നമുക്ക് നിങ്ങളെ കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ടാരറ്റ് റീഡിംഗ് ഒക്കെ സ്ഥിരമായിട്ട് കാണുന്നത് കൊണ്ടും നിങ്ങൾ അതിനനുസരിച്ചുള്ള നമ്മൾ പറയുന്ന ആ ഒരു രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടാകാം. നിങ്ങളുടെ സ്വഭാവത്തിലും നിങ്ങളുടെ കാഴ്ചപ്പാടിലും പ്രാർത്ഥനകളിലും ഒക്കെ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ടാകാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഒരുപാട് നല്ല മാറ്റങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട്. അതുപോലെ ഈ വ്യക്തിയുടെ യഥാർത്ഥ മനസ്സെന്ന് പറയുന്നതും നിങ്ങളെക്കുറിച്ചുള്ള സാന്നിധ്യം ഇപ്പോൾ ഈ വ്യക്തി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ യൂണിവേഴ്സ് ഈ വ്യക്തിക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ വ്യക്തിയുടെ കൂടെ ആരൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും, അതായത് ഇപ്പോൾ ഈ വ്യക്തി സെലിബ്രേഷൻ എന്നുള്ള ആ ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. ഒരുപക്ഷെ ഈ വ്യക്തി വിദേശത്തായിരിക്കാം, ജോലി സ്ഥലത്തായിരിക്കാം, അവിടെ കൂടെ ജോലി ചെയ്യുന്ന വ്യക്തികളുമായിട്ടൊക്കെ വളരെ എൻജോയ്മെന്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കാം ഈ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്.
പക്ഷെ ആദ്യമൊക്കെ നല്ല രീതിയിൽ സന്തോഷത്തിലായിരുന്നെങ്കിൽ പോലും പിന്നീട് എവിടേക്കോ ഈ വ്യക്തിയുടെ യഥാർത്ഥ സ്നേഹം അല്ലെങ്കിൽ യഥാർത്ഥ ഒരവസ്ഥ, മനോഭാവം അതെവിടേക്കോ നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ചിന്തകൾ ഈ പേഴ്സന് വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ എടുത്തു പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ തീർത്തും ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. പക്ഷെ ആ ഒരു സമാധാനം ഈ വ്യക്തിക്ക് ഇപ്പോൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ വ്യക്തിക്ക് അനുയോജ്യമായിട്ടുള്ള ജോലിയുണ്ട്, സാമ്പത്തിക ശേഷിയുണ്ട്, സൗന്ദര്യമുണ്ട്, ആരോഗ്യമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എവിടേക്കോ എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ എന്തിൻ്റെയൊക്കെയോ കുറവ് ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ അനുഭവപ്പെടുന്നുണ്ട്, നിത്യജീവിതത്തിൽ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഒരു സ്ത്രീ കണ്ണ് കെട്ടി വെച്ചിട്ട് എന്തൊക്കെയോ തിരഞ്ഞു പിടിക്കാൻ ശ്രമിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ എന്തോ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. കാരണം ഈ വ്യക്തിക്ക് എന്തൊക്കെ ഉണ്ടെങ്കിൽ പോലും എന്തിൻ്റെയൊക്കെയോ പിന്നാലെയാണ് ഈ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ എന്തൊക്കെയോ അന്വേഷിച്ചിട്ടാണ് ഈ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തിൻ്റെയൊക്കെയോ അന്വേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷിക്കുന്നത് തീർത്തും നിങ്ങളുടെ സോളിനെയാണ്. അതായത് നിങ്ങളുടെ സാന്നിധ്യമാണ് ഈ വ്യക്തി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പ്രസൻസ് ആണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ വ്യക്തി പല കാര്യങ്ങളും ചിന്തിക്കുന്നത് ബുദ്ധി കൊണ്ടാണ്, മനസ്സുകൊണ്ടല്ല. അപ്പോൾ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നതാണ് ഈ വ്യക്തിയുടെ അഹങ്കാരം. അതായത് നിങ്ങളിപ്പോൾ ഈ വ്യക്തിയുടെ മുന്നിൽ റിക്വസ്റ്റ് ആയിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ അപേക്ഷയായിട്ട് വരുമ്പോൾ ഈ വ്യക്തി നിരസിക്കുന്നത് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പോൾ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ക്യാരക്ടർ തീർത്തും ഈ വ്യക്തിയുടെ ബുദ്ധിയിൽ നിന്നും വരുന്നതാണ്. പക്ഷെ മനസ്സിൽ, അതായത് ഈ വ്യക്തിയുടെ മനസ്സ് ആഗ്രഹിക്കുന്നത് നിങ്ങളെയാണ്. അപ്പോൾ നിങ്ങളുടെ സോളുകൾ തമ്മിൽ എപ്പോഴും കണക്റ്റഡ് ആയിട്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ആ ഒരു നിങ്ങളുടെ സാന്നിധ്യമില്ലായ്മ ഈ വ്യക്തിയെ പല രീതിയിലും എഫക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നല്ല രീതിക്ക് തന്നെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക്. തീർച്ചയായിട്ടും ഇവിടെ റിയൂണിയൻ പലവർക്കും പോസിബിൾ ആണ്. കാരണം നിങ്ങൾ പ്രാർത്ഥനകളും മാനിഫെസ്റ്റേഷനും ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സന്തോഷത്തോടു കൂടി തന്നെ ഇരിക്കുക. കാരണം ഈ വ്യക്തിയുടെ സോള് നിങ്ങളുടെ സോളിനെ തേടി വരും എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾ ഇപ്പോഴും ക്യൂൻ എനർജിയിൽ തന്നെയാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇതിപ്പോൾ പുരുഷനാണ് കാണുന്നതെങ്കിൽ കിങ് എനർജിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഒരിക്കലും നിങ്ങൾ വിട്ടു കൊടുക്കരുത്. കാരണം യുദ്ധം ചെയ്ത് നേടിയെടുത്ത ചരിത്രമാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങളുടെ ജീവിതവും അങ്ങനെ തന്നെയാണ്. പലപ്പോഴും തോറ്റു പിന്മാറിയാലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. എനിക്ക് മതിയായി, ഇനി തോറ്റു പിന്മാറാം. പക്ഷേ അതിന് നിങ്ങളെ കൊണ്ട് സാധിക്കുകയുമില്ല. നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ആ ഒരു പ്രപഞ്ച ശക്തിയിൽ നിങ്ങൾ വിശ്വസിക്കുക. ഈ വ്യക്തിയെക്കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മറ്റാരും പറയാതെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അത് സ്വപ്നത്തിലൂടെയോ അല്ലെങ്കിൽ യൂണിവേഴ്സ് പല രീതിയിലുള്ള ദർശനങ്ങൾ നിങ്ങൾക്ക് തരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് തീർത്തും അത് നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ വ്യക്തിയുടെ യഥാർത്ഥ ഫീലിങ്സ് ഇതാണ്. അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.